മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കിടെ നടന്ന നിക്ഷേപത്തിന്റെ കണക്കെടുക്കുകയാണ്. യാത്ര വഴി ഓരോ വകുപ്പുകൾക്കും ലഭിച്ച വിദേശ നിക്ഷേപത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുന്നത്. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പ്രചാരണത്തിനും വേണ്ടിയാണ് നിക്ഷേപങ്ങളുടെ കണക്കെടുക്കുന്നത്. 24 ബിഗ് ബ്രേക്ക് ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഓണക്കാലത്ത് ഏത് മൂഡ്, ഓണം മൂടെന്ന് പറയുന്ന പോലെ ഇനി അങ്ങോട്ട് ഏത് മൂടെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മൂഡ്, രാഷ്ട്രീയ മൂഡ്, പ്രചാരണ മൂഡ്. ശ്രീജിത്ത്. ആഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. സർക്കാർ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മൂഡിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. ഒരു ക്യാമ്പയിൻ മെറ്റീരിയലുകളും ഒപ്പം തന്നെ സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ട വിവരശേഖരണം, അത്തരം നടപടികളിലും പ്രചാരണ പരിപാടികളിലേക്കുമാണ് ഇപ്പോൾ സർക്കാർ ശ്രദ്ധയൂന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ മുഖ്യമന്ത്രി 2016 മുതൽ 2025 വരെ നടത്തിയ വിദേശയാത്രയിലൂടെ സംസ്ഥാനത്ത് ലഭിച്ച വിദേശ നിക്ഷേപങ്ങളുടെ കണക്കെടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്കും വകുപ്പ് മന്ത്രിമാർക്കും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പോയിട്ടുണ്ട്. ഈ കാലത്ത് അവരവരുടെ വകുപ്പുകൾ വന്ന വിദേശ നിക്ഷേപത്തിൻ്റെ കണക്കെത്ര, ഒപ്പം തന്നെ ഒപ്പുവെച്ച ധാരണാപത്രങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ തുടങ്ങിയവ അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കണമെന്നാണ് ഈ നിർദ്ദേശം. ഇതനുസരിച്ച് എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിലൂടെ ലഭിച്ച വിദേശ നിക്ഷേപങ്ങളുടെ കണക്ക് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വെറും പാഴ്ചെലവാണ്, ധൂർത്താണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലുണ്ട്. നിയമസഭയിലും മറ്റും അത്തരം ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമസഭയിലും പുറത്തും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ കണക്കുകൾ ശേഖരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ 9 വർഷത്തെ കാലയളവിൽ യൂറോപ്പിലും ഒപ്പം തന്നെ അമേരിക്കയിലും ഒക്കെ അതോ ഗൾഫ് രാജ്യങ്ങളിലും പലതവണ സന്ദർശനം നടത്തി. ഈ സന്ദർശനമെല്ലാം ഔദ്യോഗികമായ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള സന്ദർശനങ്ങളായിരുന്നു എന്നായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വിവരശേഖരണം നടത്തുന്നത്. ഓക്കെ, എത്രയാണ് വിദേശ നിക്ഷേപം, അതെവിടെയൊക്കെ ഏതൊക്കെ വഴിക്ക് വന്നു തുടങ്ങേണ്ട കണക്കെടുക്കുന്നത് കേവലം കണക്കെടുപ്പ് മാത്രമല്ല, അത് പ്രൊപ്പഗണ്ട മെഷീൻ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പ്രചരണ ആയുധം ആക്കാൻ കൂടിയാണ്. പക്ഷേ സുതാര്യത ഉറപ്പുവരുന്നത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.